സർക്കാർ ഫണ്ടിൽ PTA ഫണ്ടിൽ തയ്യാറാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ AI സ്മാർട്ട് റൂം അഥവാ നിർമ്മിത ബുദ്ധിക്കായി തോട്ടുമുഖം ഗവൺമെന്റ് UP സ്കൂളിൽ ടാലന്റ് ടെക് ഹബ് വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. മനുഷ്യന്റെ ബുദ്ധിശക്തി ആവശ്യമുള്ള ജോലികൾ ചെയ്യാൻ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് AI എന്നതിന്റെ അടിസ്ഥാന നിർവചനം. ഈ കാലഘട്ടത്തിൽ AI എന്നത് ആരോഗ്യം, സാമ്പത്തികം, ഗതാഗതം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഇക്കാരണത്താൽ തങ്ങളുടെ സ്കൂളിലെ കുട്ടികളും AI-യെക്കുറിച്ച് അഥവാ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ള ആലോചനയിൽ ആണ് സ്കൂളിലെ PTA മുന്നോട്ട് വന്നത്. ഇതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും സ്കൂൾ PTA പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ പറഞ്ഞു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ AI-യുടെ കാലഘട്ടമല്ലേ, അപ്പോൾ കുട്ടികൾക്ക് അതിനനുസരിച്ച് നമ്മൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ AI കുറിച്ച് കുട്ടികൾക്ക് ഒന്നും അറിയില്ല. അപ്പോൾ അതിനെ ഒന്ന് ഉഷാറാക്കണം എന്നുള്ള അധ്യാപകരുടെ നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും PTA-യുടെ ഭാഗത്തുനിന്ന് PTA ഫണ്ടിൽ നിന്ന് ചെയ്ത് അതിന് വേണ്ട AI ടെക്നോളജിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ PTA-യുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. AI പഠന ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന പാഠ്യപദ്ധതി, ആവശ്യമായ ഇന്റർനെറ്റ് സൗകര്യം, ലാപ്ടോപ്പുകൾ, AI സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയ എല്ലാ ഒരുക്കങ്ങളും സ്കൂളിൽ സജ്ജമായി കഴിഞ്ഞതായി പ്രധാന അധ്യാപിക B. ഷെറീന പറഞ്ഞു. തോട്ടുമുഖം ഗവൺമെന്റ് UP സ്കൂള് എല്ലാ സ്കൂളുകളെക്കാളും ഒരു മുഴം മുമ്പേ ഞങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടെക്നോളജി വർദ്ധിപ്പിക്കുക എന്നുള്ള, കുട്ടികളുടെ ടെക്നോളജി ടാലന്റ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ക്ലാസ് റൂം സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോ ഈ ടെക് ടാലന്റ് ഹബ് എന്ന് പേരിട്ടുള്ള ഈ ഒരു ഏരിയ കുട്ടികൾക്ക് ഫുൾ ടൈം ഇന്റർനെറ്റ് ആക്സസ് ഉള്ള എല്ലാവിധ AI സൗകര്യങ്ങളുമുള്ള ഒരു ഹബ് ആയിരിക്കും ഈ ഒരു ക്ലാസ് റൂം. IT വിദഗ്ധനായ മുക്കം ഉപജില്ല IT ക്ലബ് കൺവീനർ ഷാഹിദ് KC-യുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി ടെക് ടാലന്റ് ഹബ് തയ്യാറായിരിക്കുന്നത്. AI ക്ലാസ് വന്നതോടെ കുട്ടികൾക്ക് ക്ലാസ്സിൽ വരാൻ കൂടുതൽ താല്പര്യവും ആവേശവും കൂടിയെന്നും AI-യെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുന്നുണ്ടെന്നും വിദ്യാർത്ഥികളും പറയുന്നു. ഞങ്ങൾക്ക് ഈ ഒരു AI ക്ലാസ്സിൽ വന്നതോടെ ഇതിന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഈ AI ക്ലാസ് വന്നതോടെ ഞങ്ങൾക്ക് ഇതിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങള്, കഥകളായിക്കോട്ടെ, കവിതകളായിക്കോട്ടെ, നമുക്കത് ഡെഡിക്കേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതിൽ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിന് നമുക്ക് നമ്മളെ മനസ്സിലുള്ള ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മള് ക്രിയേറ്റ് സോങ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അതിന്റെ ഒരു മ്യൂസിക് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് അതില് മ്യൂസിക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സ്കൂളിലെ ഭൗതിക സാഹചര്യത്തിനു പുറമെ ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് AI സ്മാർട്ട് റൂം നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 9:30 MLA ലിൻഡോ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു അധ്യക്ഷത വഹിക്കും. എൻലൈറ്റ് ന്യൂസ്, മുക്കം.